ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ്. ഞാൻ ഇന്ന് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ലാത്ത, അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു മൊമെൻറ്റിലാണുള്ളത്. ഇന്ന് എൻ്റെ ഹൗസ് ഫാമിംഗ് ആണ്. അപ്പം എൻ്റെ നാരായണിക്ക് ഒരു കൂട് എന്നുള്ളതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പം അത് ഇന്ന് ആ ഒരു സ്വപ്ന ദിവസമാണ്. ഈ ഒരു ദിവസം ഞാൻ എന്തായാലും എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എല്ലാ മുഹൂർത്തങ്ങളും ഞാൻ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണണം. ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ, അതൊരു സത്യം പറഞ്ഞ ടെൻഷൻ്റെ വിശേഷമാണ്. ഇന്ന് നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ ഇന്നലെ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഇറ്റ് ഈസ്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഡിഫിക്കൾട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളും ചെയ്തുള്ള എൻ്റെ ഏതൊരു ഇൻട്രൊഡക്ഷനിലായിരുന്നു, ഏതൊരു വീഡിയോയിലാണെങ്കിൽ എനിക്ക് ഇത്രയും ഡിഫിക്കൾട്ട് തോന്നിയിട്ടില്ല. അപ്പം ഈ വീട്ടിലെ ഓരോ കല്ലുകളും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു അഭിമാനത്തിനെക്കാട്ടിയും കൂടുതൽ ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെയും ഒക്കെ പ്രയത്നമാണ് ഇന്ന് എൻ്റെ കുഞ്ഞിന് എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റിയത്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും എല്ലാവർക്കും എന്തായിരുന്നാലും നമുക്കിവിടെ ഒരു ദിവസമെങ്കിലും കിടക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അതെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നി നീ എടുത്ത ഫോട്ടോ. ആക്ച്വലി ഈ ഫോട്ടോ ഇവൻ തന്നെ എടുത്ത ഫോട്ടോയാണെന്ന് എൻ്റെ വിശ്വാസം. അത് ഏത് ഫോട്ടോ? എനിക്ക് ഫേവറേറ്റ് ഫോട്ടോ ഉണ്ട് വേണ്ട. അതിനകത്തുനിന്ന് മൈ ഫേവറേറ്റ്. എനിക്കത് ഇന്ന് കേരളത്തിൽ എനിക്ക് കുറേ പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫോട്ടോ എനിക്ക് ഗിഫ്റ്റായിട്ട് കുറേ പേര് കിട്ടി. പക്ഷേ എടുത്ത ആൾ തന്നെ ഗിഫ്റ്റ് തരുന്നു എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഒരു സന്തോഷം. താങ്ക് യു സുർജിത്ത്. ദിവസത്തിനിടയിൽ തന്നെ എനിക്ക് ഈ ദിവസത്തിൽ എത്താൻ പറ്റിയ ഓരോ ഘട്ടങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ വീടിൻ്റെ വെച്ചപ്പോൾ, അടിസ്ഥാനം ഇട്ടപ്പോഴും, നമ്മൾ ഈ ലാൻഡ് ഡെവലപ്പ് ചെയ്തപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മൾ ഡിസൈൻ ഫിക്സ് ചെയ്തപ്പോഴും നമ്മുടെ ഡിസൈനറും ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ, ഞാനും വർക്കിൻ്റെ ഇടയിലുള്ള വന്ന് ചെയ്യാൻ, അങ്ങനെ ഒത്തിരി കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൊമെന്റിലോട്ട് എത്തിയത്. നമുക്ക് ഇന്നിങ്ങനെ ഇത്രയും സന്തോഷത്തിനിടയിലും ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം ആ ഓരോ മൊമെന്റിലും ഒത്തിരി പേര് എനിക്ക് വേണ്ടി വന്ന് നിന്നതും എല്ലാവർക്കും ഒരായിരം നന്ദി. ഈ ഒരു മൊമെന്റിൽ
വലുത് കുഞ്ഞിന്റെ കാലം ഈ ഒരു ഹാപ്പി മൊമെന്റിൽ എനിക്ക് ഇന്നലത്തതും ഒരു മറക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ ലേറ്റ് നൈറ്റ് വരെ ഈ വീട്ടിന് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഈവൻ ബിക്കോസ് ഓഫ് റെയിൻ നമ്മൾ സാധനങ്ങൾ എനിക്ക് ഫർണിച്ചേഴ്സ് സ്റ്റോറീസ് ആണ് ചെയ്തത്. സ്റ്റോറീസിന്റെ അവര് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ആയിരുന്നാലും ഈവൻ ഹൗസിന്റെ ഫിനിഷിങ്ങിനായിരുന്നാലും എല്ലാം ലാസ്റ്റ് മൊമെന്റിന് നമ്മൾ നല്ല ടെൻഷനിലായിരുന്നത്. എനിക്കൊന്ന് ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു നാളെ ഇവിടെ മെയിൻ ഇവിടെ എനിക്ക് ഇരിക്കുന്നത് അവിടെ വളർത്താൻ വേണം. എനിക്കറിയാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന്റെ സമയത്തിന് എല്ലാവരും ടെൻഷനിലായിരിക്കും. അത് പറയുമ്പോ വിചാരിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അനുഭവിക്കുമ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ അവരവരുടെ പഴയ എക്സ്പീരിയൻസ് ഓർമ്മ വരും. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ്. എനിക്കൊന്ന് ഈ നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കും ആർക്കെങ്കിലും. സോ ബട്ട് അറ്റ് ദ എൻഡ്, ആ ഒരു എൻഡിന് നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ കിട്ടുന്ന ഒരു സമാധാനം, അതിനു വേണ്ടിയാണ് തോന്നുന്നു നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളും.
അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നതോടുകൂടി കട്ട് ചെയ്ത് അങ്ങ് തീർത്താണ് അല്ലേ. ഹാപ്പി ഹൗസ് വാമിംഗ്, വിഷിംഗ് എ എവർ ലാസ്റ്റിംഗ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഇൻ യുവർ ന്യൂ ഹോം. കൊച്ചിനുമ്മേ ഉള്ളു. ഓക്കെ